ലീഗിനെ കടന്നാക്രമിക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ലക്ഷ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ശിഹാബ് തങ്ങളെ വിമർശിച്ചപ്പോൾ, സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിച്ചപ്പോൾ KM ഷാജി പറഞ്ഞത് അത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നൊക്കെയാണ്. അങ്ങനെ അത് തീവ്രവാദികളുടെ ഭാഷ എന്നാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നെടുവത്തൂരിലെ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയ EMS ഭവൻ്റെ ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് തീവ്രവാദികളുടെ ഭാഷയാണ്. അദ്ദേഹം ഒരിക്കൽ കൂടി സാദിഖ് അലി ശിഹാബ് തങ്ങളെ എന്തിന് വിമർശിച്ചുവെന്ന് വിശദീകരിക്കുകയും ചെയ്തു. SDPI, ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ സംഘടനകളുമായി, അതായത് തീവ്ര വർഗീയത പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ സംഘടനകളുമായി ഇങ്ങനെ ഒരു ചങ്ങാത്തം മുസ്ലിം ലീഗിന് പണ്ടങ്ങും ഉണ്ടായിരുന്നില്ല. പാണക്കാട് തങ്ങൾമാർ ധാരാളം ഉണ്ടായിരുന്നു. പാണക്കാട് തങ്ങൾമാർ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ട സമയത്ത് പോലും കേരളത്തിൽ സമാധാനം കാംക്ഷിച്ച് നിന്ന ആളുകളുണ്ടായിരുന്നു. അത്ര വലിയ ഇഷ്യൂ നടക്കുമ്പോഴും കേരളത്തിൽ സമാധാനമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ നയിച്ചിരുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രസിഡന്റാണ്. അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം മത നേതാവോ ആത്മീയ നേതാവോ അല്ല, രാഷ്ട്രീയ നേതാവാണ്. ഒരു സംഘടനയുടെ, രാഷ്ട്രീയ സംഘടനയുടെ അമരത്തിരിക്കുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്. ആ രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ നയ സമീപനത്തെയാണ് വിമർശിച്ചതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഇത്തരത്തിലൊരു അടുപ്പം, അതായത് SDPI അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുമായി ഇത്തരത്തിലുള്ളൊരു ബന്ധം മുമ്പെങ്ങും മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നില്ല. ഇത് പറയുന്നത്, ലക്ഷ്യം വയ്ക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലെ 20% മുസ്ലിം വോട്ടുകൾ കൂടിയാണ്. കാരണം അവിടെ ഇവരെ ഒന്നിപ്പിക്കാൻ, മുസ്ലിം സമുദായത്തെ ആകെ ഒന്നിപ്പിച്ച് UDF ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ മുസ്ലിം ലീഗ് എടുത്ത നയമാണ് ഈ പല തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായിട്ടൊക്കെ സഹകരിച്ച് എല്ലാ വോട്ടുകളും UDF എത്തിക്കുക എന്നൊരു നയം. അതിനെ പൊളിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ബന്ധമുണ്ട്. അത് പറയേണ്ടത് പറഞ്ഞു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് ലീഗിനെ ഇങ്ങനെ ലീഗ് ശക്തി ആർജിച്ചാൽ, അതായത് മുസ്ലിം വോട്ടുകളാകെ ലീഗിൻ്റെ പോക്കറ്റിലേക്ക് മാത്രം പോയാൽ ഒരു പക്ഷേയെങ്കിൽ ലീഗ് കോൺഗ്രസിനേക്കാൾ വലിയ ശക്തിയായി മാറും എന്ന കാര്യത്തിൽ CPMന് തർക്കമൊന്നുമില്ല. ലീഗിനെ ഇങ്ങനെ വളരാൻ വിട്ടാൽ, ലീഗിനെ പൊളിക്കാതെ, ലീഗിനെ തകർക്കാതെ ഇങ്ങനെ വളരാൻ വിട്ടുകഴിഞ്ഞാൽ അത് കോൺഗ്രസിനേക്കാൾ വളർന്ന് വലിയ തലവേദന സംസ്ഥാനത്ത് സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ അടിവരയിട്ട് പറയുന്നത്. അതുമാത്രമല്ല, ലീഗിൻ്റെ വളർച്ച സംസ്ഥാനത്തിൻ്റെ ലീഗിനുള്ളിൽ നിന്നുകൊണ്ടുള്ള, അതായത് തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ലീഗിലേക്ക് വരുമ്പോൾ ലീഗിൻ്റെ സ്വഭാവം മാറും. അതൊരു മതനിരപേക്ഷ സംഘടന എന്ന മുഖം വെച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സംഗതി മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്നതൊക്കെ പച്ച പരമാർത്ഥമാണെങ്കിലും ഇങ്ങനെ ഒരു മതനിരപേക്ഷ മുഖം, മതേതരത്വ മുഖം മുസ്ലിം ലീഗിന് ഉണ്ട്. അത് പൊളിഞ്ഞിട്ട് അതിനകത്ത് തീവ്ര വർഗീയ പാർട്ടിയായി ലീഗ് മാറിയാൽ അത് കേരളത്തിന് ആകെ അപകടം ചെയ്യും എന്ന ഒരു തിരിച്ചറിവിൽ നിന്നുകൂടിയാണ് CPM ഇങ്ങനെ ലീഗിനെ പ്രതിരോധിക്കുന്നത്. അത് കോൺഗ്രസിനൊട്ട് മനസ്സിലാകുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രി ഇന്നലെയും സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിച്ചത്. ആ വിമർശനത്തിൽ CPMും പാർട്ടിയും ഉറച്ച് നിൽക്കുന്നതും.